പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 23 വരെയുള്ളതായ വേദവാക്യങ്ങൾ. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നിൻ്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ നിരശാസിക്കുന്നില്ല. നിൻ്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിൻ്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിൻ്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്ക, അത്യുന്നതിൻ്റെ നിന്റെ നേർച്ചകളെ കഴിക്ക. കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്ക് എന്തു കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിൻ്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നിൻ്റെ ചെവി വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുക. ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു. നിൻ്റെ കണ്ണിൻ മുൻപിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും.